Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ചാലക്കുടിയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ തവണ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടിയ സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ തന്നെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രൊഫസർ C. രവീന്ദ്രനാഥിനെ മുൻ മന്ത്രിയെ തന്നെ ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നു. BDJSന്റെ K. ഉണ്ണികൃഷ്ണനാണ് NDAയുടെ സ്ഥാനാർത്ഥി. വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പൊ ഞാൻ എറണാകുളവും തൃശ്ശൂരും ജില്ലയുടെ 2 ജില്ലകളുടെയും മണ്ഡലങ്ങൾ, എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയുടെ 3 മണ്ഡലങ്ങൾ, അതിൽ കൊടുങ്ങല്ലൂരും കയ്പമംഗലവും ചാലക്കുടിയും ഉൾപ്പെടുന്നതാണ്. ചാലക്കുടി മണ്ഡലം, ഇവിടെ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ അങ്കമാലി, ആലുവ, കുന്നത്തുനാട്, പെരുമ്പാവൂര്, ഈ 3 ത്രികോണ മത്സരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ത്രികോണ മത്സരം എന്തായാലും നടക്കുന്നില്ല. പക്ഷേ ഈ മറ്റ് സ്ഥാനാർത്ഥികളുടെ ഒരു സാമീപ്യം അത് മിക്കവാറും UDFനും LDFനും ആർക്ക് ദോഷം ചെയ്യും, ആർക്ക് ഗുണമാകും. പെരുമ്പാവൂരും കുന്നത്തുനാടൊക്കെ 2020 പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് തരത്തിലേക്കായിരിക്കും എന്നൊക്കെ നോക്കുന്ന ഒരു സമയം കൂടിയാണ്. അതേതായാലും ബെന്നി ബെഹനാന് തുടക്കത്തിൽ വലിയ പ്രശ്നമുണ്ടായ ഒരു മണ്ഡലമല്ല ഇത്. കാരണം 2014 ഇന്നസെന്റിനോട് വലിയ പരാജയമേറ്റു. അത് കഴിഞ്ഞ് 2019 അത് തിരിച്ച് ആ കണക്ക് വീട്ടി. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 2014 PC ചാക്കോയും ഇന്നസെന്റും നേർക്കുനേർ മത്സരിച്ച ഒരു സാഹചര്യം അല്ലായിരുന്നു 2019. ബെന്നി ബെഹനാൻ വന്നതോടുകൂടി വളരെ എളുപ്പമായി UDFന് കാര്യങ്ങൾ. അത് മാത്രമല്ല UDFന്റെ ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രതീതി ചാലക്കുടിക്കുണ്ട്. അത് പക്ഷേ 2014 ഇങ്ങനെ ആ ഒരു അസാധാരണ ഫൈറ്റ് ആയിപ്പോയി. കാരണം PC ചാക്കോയും ഇന്നസെന്റും, PC ചാക്കോ അവസാനം തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്നു. അങ്ങനെ ചാലക്കുടിയും തൃശ്ശൂരും UDFന് നഷ്ടമാകുന്ന ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. 10-14 ദിവസമായിരുന്നു അന്ന്. പിന്നെ സ്ഥാനാർത്ഥി ഇല്ലാതെ പ്രചാരണം നടത്തി, എന്നിട്ട് കിട്ടിയ ഭൂരിപക്ഷമാണ് അത്. പക്ഷേ UDFനെ പോലും ഞെട്ടിച്ചിട്ടുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രാപ്യനാണ് ബെന്നി. മാത്രമല്ല 2014 ഇന്നസെന്റിന് കിട്ടിയ വോട്ടുകൾ അത് കുറയുകയും ചെയ്തിട്ടുണ്ട് 2019. തോൽക്കുക മാത്രമല്ല 2014 കിട്ടിയ വോട്ടിനേക്കാൾ കുറവാണ് LDFന് 2019 ചാലക്കുടിയിൽ കിട്ടിയത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അത്രയ്ക്ക് വലിയൊരു വിജയമാണ് ബെന്നി ബെഹനാൻ 2019 സ്വന്തമാക്കിയത്. 1,32,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് ബെന്നി ബെഹനാന് കിട്ടിയിരുന്നു. ഇത്തവണ C. രവീന്ദ്രനാഥ് ആകുമ്പോൾ ഒരു വ്യക്തിപ്രഭാവം ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം ഇടതിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് കൊടുങ്ങല്ലൂരാണെങ്കിലും കയ്പമംഗലമാണെങ്കിലും ഒക്കെ. അതൊക്കെ ചാലക്കുടിയിലും ആ ഒരു പ്രതീക്ഷയൊക്കെ ഇടത്. പക്ഷേ ഇപ്പോഴത്തെ ആലുവയും അങ്കമാലിയും കുന്നത്തുനാടും അതുപോലെ തന്നെ പെരുമ്പാവൂരും ഇവിടെ UDFന് നല്ല മേൽക്കൈ കിട്ടുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് ആലുവയും അങ്കമാലിയും നല്ല ഭൂരിപക്ഷം UDFന് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വല്ലാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവിടെ 2020 മത്സരിക്കുകയാണ്. ചാർലി പോൾ മത്സരിക്കാൻ എത്തിയതോടുകൂടി കുന്നത്തുനാട് അത് സഭയുമായിട്ട് നല്ല കത്തോലിക്ക സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ചാർലി പോൾ. അത് മാത്രമല്ല അദ്ദേഹം ഈ മദ്യവിരുദ്ധ സമിതിയുടെ രക്ഷാധികാരിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ സഭയുടെ വോട്ടുകൾ 2020 പോകും എന്നുള്ള കാര്യത്തിൽ അതാണ് UDFനെ പ്രധാനമായും അലട്ടുന്ന ഒരു. 2019 BJP ആദർശൻ കൂടുതൽ വോട്ട് പിടിച്ച സ്ഥലമാണ്. പക്ഷേ ഇത്തവണ BDJSന്റെയാണ് K. ഉണ്ണികൃഷ്ണൻ. അത് ഒരു പക്ഷേ BJPക്ക് വോട്ട് അത്ര കിട്ടുമോ എന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ ഇത്തവണ NDAക്ക് ചാലക്കുടിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ കുറയുവാനാണ് സാധ്യത എന്നുള്ളതാണ്. എന്തായാലും ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം ചേരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. UDFന് ഏറെ വേരോട്ടമുള്ള മണ്ഡലമാണ് അങ്കമാലി. അത് മാത്രമല്ല ഒരു സെന്റർ എന്നൊക്കെ പറയാം, ഇല്ല ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു കേന്ദ്രം എന്നൊക്കെ പറയാവുന്നത് അങ്കമാലിയാണ്. അങ്കമാലിയിൽ നിന്നാണ് സഭയുടെ വോട്ടുകൾ നിർണായകമാകുന്ന സ്ഥലമാണ്. കത്തോലിക്ക സഭയുടെ വോട്ടുകൾ മാത്രമല്ല യാക്കോബായ സഭകളുടെ വോട്ടുകളും ചാലക്കുടി മണ്ഡലത്തിൽ അതിനിർണായകമാണ്. ബെന്നി ബെഹനാൻ യാക്കോബായ സഭയിൽ നിന്നുള്ള ആളാണ്. ടോം പക്ഷേ അവിടെ ഇത്തവണ അസാധാരണമായ ചില സംഭവങ്ങളാണല്ലോ. ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി വന്നതോടുകൂടി അത് UDFന് എതിരാകും. 2020 പിടിക്കുന്ന വോട്ടുകൾ UDFന്റെ വോട്ടുകളായിരിക്കും എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത്? ബെന്നിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ? മഞ്ജുഷ്, അപർണ, ഈ അങ്കമാലി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം നമുക്കറിയാം. 2009 ചാലക്കുടി ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുന്നത്. 2009 അന്ന്, അതായത് UDFന്റെ ഒരു ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാലക്കുടിയിൽ KP ധനപാലൻ അന്ന്
പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ 2014 അട്ടിമറി വിജയം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നസെന്റ് വിജയം നേടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹ്നാൻ UDF മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അറിയാം, 1,32,000 വോട്ടിനാണ് ബെന്നി ബെഹ്നാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കടുത്ത മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി രവീന്ദ്രനാഥ് വന്നതോടുകൂടി, രവീന്ദ്രൻ മാഷ് വന്നതോടുകൂടി ഇവിടുത്തെ സാഹചര്യം തന്നെ മാറുന്നു. അതായത് കടുത്ത മത്സരത്തിന്റെ ഒരു പ്രതീതി ഇവിടെയുണ്ട്. സാധാരണ മറ്റു പല മണ്ഡലങ്ങളെയും ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ഇവിടെ ചതുഷ്കോണ മത്സരമാണ്. അതായത് NDA സ്ഥാനാർത്ഥിക്കപ്പുറം ഒപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പിടി മുന്നിലാണ് 2020 എന്ന് നമുക്ക് പറയേണ്ടി വരും. തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നതിന് മുൻപ് 2020ക്ക് NDA പിന്തുണ പുറമെ നിന്ന് പിന്തുണയ്ക്കും എന്ന രീതിയിലൊക്കെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു സഖ്യമുണ്ടായില്ല. പിന്നീട് BDJSന് ഇവിടെ NDA ഇവിടെ സീറ്റ് നൽകുന്നു. BDJSന് സ്ഥാനാർത്ഥിയായി K ഉണ്ണികൃഷ്ണൻ വരുന്നു. പക്ഷെ ഇവിടെ നിർണായകമായിട്ടുള്ളത്, വിജയം നിർണയിക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളായിരിക്കും. അതായത് NDAയുടെയും 2020യുടെ സ്ഥാനാർത്ഥികൾ. സാധാരണഗതിയിൽ UDFന് വലിയ മേധാവിത്വമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തന്നെയും അടുത്ത മത്സരം നമ്മൾ ഇവിടെ സമീപം ഈ 2020യുടെ കാര്യം പറയുമ്പോഴും ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നത്തുനാട് എന്ന നിയമസഭാ മണ്ഡലം, അവിടെയും പിന്നെ പെരുമ്പാവൂരിന്റെ കുറച്ച് ഭാഗത്തും ഒതുങ്ങി നിൽക്കുന്നതല്ലേ 2020യുടെ സ്വാധീനം? ഇതുവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണല്ലോ അവരുടെ സ്വാധീനം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഈ അങ്കമാലിയിലേക്കും അതുപോലെ തന്നെ ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലേക്കും ഒക്കെ വ്യാപിക്കുന്ന രീതിയിൽ 2020യുടെ ഒരു സ്വാധീനവും അവരുടെ പ്രചാരണവും നീളുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ബെന്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. NDA പോലും മറികടക്കുന്ന രീതിയിൽ ഒരു പിടി മുൻതൂക്കം കൂടുതലുണ്ട് 2020ക്ക് എന്ന് കൂടി ടോം പറയുന്നു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ 1.5 ലക്ഷത്തോളം വോട്ടുകൾ ദർശൻ പിടിച്ച ഒരു മണ്ഡലമാണ്. ഈ BDJS ആയതുകൊണ്ട് ആ ഒരു പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നു NDAക്ക്. അത് 2020ക്ക് കൂടി മുകളിൽ വരാനുള്ള ഒരു സാധ്യത വരുത്തുന്നു. അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടോ അതിനകത്ത്? തീർച്ചയായും. കാരണം അപർണ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 1.25 ലക്ഷം വോട്ടായിരുന്നു ചാലക്കുടിയിലെ BJPക്ക് വേണ്ടി നേടിയത്. ആ 1.25 ലക്ഷത്തിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ആ BJP വോട്ടുകൾ 2020ക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചു, ഈ പറയുന്ന കുന്നത്തുനാട്, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് 2020ക്ക് സ്വാധീനമെന്ന്. അതൊരു വസ്തുതയാണ്. കാരണം കുന്നത്തുനാടിൽ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് 2020 ആണ്. പെരുമ്പാവൂരിലെ ചില മേഖലകൾ, ചില പോക്കറ്റുകൾ 2020ക്ക് വലിയ സ്വാധീനമുണ്ട്. മാത്രമല്ല, യാക്കോബായ മേഖലയിലാണ്, ബെൽറ്റുകളിലാണ് 2020യുടെ പ്രധാനമായിട്ടുള്ള വേരോട്ടമുള്ളത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അത് ബെന്നി ബെഹ്നാൻ യാക്കോബായ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ 2020യുടെ ഈ യാക്കോബായ വോട്ടിൽ ഒരു രീതിയിൽ ഒരു 2020യിലേക്ക് പോവുകയാണെങ്കിൽ, ചാർലി പോളിന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ബെന്നി ബെഹ്നാൻ തിരിച്ചടിയാകാം. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ചാർലി പോൾ KCBC മധ്യവിരുദ്ധ സമിതിയുടെ നേതാവാണ്, കത്തോലിക്ക സഭയിലെ ഒരു ആത്മായ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ അങ്കമാലി, ആലുവ ഉൾപ്പെടുന്ന സീറോ മലബാർ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ ചാർലി പോളിന് കഴിയുമെന്ന രീതിയിൽ കണക്കാക്കിയതുകൊണ്ട് തന്നെ, വിലയിരുത്തപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ചാർലി പോളിനെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 2020 പരിഗണിച്ചത് തന്നെ. ആ മേഖലയിലെ ചെറിയ രീതിയിൽ, അതായത് പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന സുറിയാനി കത്തോലിക്കരുടെ വോട്ട് അത് 2020ക്ക് ചാർലി പോളിന് ലഭിച്ചാൽ അതും ബെന്നി ബെഹ്നാന് തിരിച്ചടിയാകാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ടോം. ഇപ്പോൾ ഈ 2020ക്ക് വിജയസാധ്യത ഇല്ല എന്ന് കാണുകയാണെങ്കിൽ പിന്നെ അവിടെ വോട്ട് പാഴാക്കി കളയേണ്ട എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടി സഭാവിശ്വാസികൾക്കൊക്കെ ഉണ്ടാകുമല്ലോ. അവിടെ ബെന്നിയെ എന്തിനു വെറുതെ തോൽപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടാവുമല്ലോ ഭൂരിഭാഗം ആളുകൾക്കും. അങ്ങനെ വരുമ്പോൾ അത് ബെന്നിക്ക് പഴയതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു രീതിയാകില്ലേ? UDFിലേക്ക് ആ വോട്ടുകൾ പോകാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെ ഒരു ജയസാധ്യത എന്നുള്ള രീതിയിലേക്ക് ഒരു സർവേകളിലും 2020 എത്തിയിട്ടില്ലല്ലോ. അത് മാത്രമല്ല, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് UDFും LDFും വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ ടോം അവിടെ നടത്തുന്നത് BJP വോട്ടുകൾ 2020 പിടിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. BDJS മത്സരിക്കുന്നു എന്നതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? കത്തോലിക്ക സഭാ വിശ്വാസികളുടെ വോട്ടുകൾ ഒരു ബ്ലോക്ക് ആയിട്ടൊന്നും 2020യിലേക്ക് എന്തായാലും പോവുകയില്ല. ബെന്നിയെ അത്ര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവുകയില്ലാതെന്ന്. കാരണം അവസാന ഈ സമയത്ത് എന്തെങ്കിലും സൂചന സഭ നൽകുമല്ലോ. തീർച്ചയായും മഞ്ജുഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത്
കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേറെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള അങ്കമാലി ജംഗ്ഷനിലാണ്. ഈ അങ്കമാലി ജംഗ്ഷന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. വിമോചന സമരകാലത്ത് വെടിവെപ്പ് നടന്ന അങ്കമാലി വെടിവെപ്പ് നടന്ന സ്ഥലമാണിത്. തൊട്ട് സമീപത്താണ് ഈ വിമോചന സമരത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ സംസ്കരിച്ച ബസിലിക്ക, സെന്റ് ജോർജ് ബസിലിക്ക പള്ളിയുള്ളത്. ഇപ്പോഴും അത് അന്ന് മുഴങ്ങിക്കേട്ട അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ലെന്ന ആ മുദ്രാവാക്യം ഇപ്പോഴും ഇവിടെ ചെറിയ രീതിയിലൊക്കെ മുഴങ്ങുന്നുണ്ട്. അതായത് ഒരു ഇടത് വിരുദ്ധത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, അതായത് 2020 വോട്ട് പോയാൽ അത് ഇടതുപക്ഷത്തിന് സാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് ബെന്നി ബെഹനാന് തന്നെ വോട്ട് വരാം. പക്ഷേ നമ്മൾ പല ആളുകളോടും സംസാരിച്ചപ്പോഴും ബെന്നി ബെഹനാന് എതിരായിട്ടുള്ളൊരു വികാരം ചില മേഖലകളിലുണ്ട്. പ്രത്യേകിച്ചും ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പ്രതിനിധി ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബെന്നി ബെഹനാന്റെ MP ഓഫീസ് അങ്കമാലിയിലായിരുന്നു. അങ്കമാലി കേന്ദ്രീകരിച്ച് അദ്ദേഹം ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബെന്നി ബെഹനാൻ എത്തിയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും ഒന്നും ചെയ്തില്ല, ഒരു വികസന പ്രവർത്തനം ഉണ്ടായില്ല എന്ന് ഒരു വിഭാഗം, പ്രത്യേകിച്ചും ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്കമാലിയിലെ വികസനം, അതായത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്, കൊച്ചി നഗരത്തിന്റെ ഭാഗമാണ് ആലുവ ഉൾപ്പെടുന്ന പ്രദേശം. അവിടുത്തെ ഗതാഗത കുരുക്ക് നമുക്ക് ഈ ഞായറാഴ്ച ദിവസം പോലും കാണാൻ കഴിയും. കടുത്ത ഗതാഗത കുരുക്ക് ഇവിടെയുണ്ട്. അങ്കമാലി ബൈപ്പാസ് നിലവിൽ വന്നിട്ടില്ല, ഗിഫ്റ്റ് സിറ്റി നിലവിൽ വന്നിട്ടില്ല. അതൊക്കെ ഗിഫ്റ്റ് സിറ്റി ഇടത് സർക്കാരിന്, അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് എതിരായിട്ടുള്ള ഒരു വികാരമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. കാരണം അങ്കമാലിയിലാണ് വലിയ വികസന വിളംബരമായി ഇടതുപക്ഷം കൊട്ടിഘോഷിച്ച ഈ ഗിഫ്റ്റ് സിറ്റി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞത്. അതായത് 250-ലധികം ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിട്ടും ഇതുവരെയും ഗിഫ്റ്റ് സിറ്റി പ്രാബല്യത്തിൽ വരാത്തതിന്റെ ഒരു വികാരം, സർക്കാർ വിരുദ്ധ വികാരം ഒരു പരിധിവരെയുമുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 5 വർഷം ബെന്നി ബെഹനാൻ ഒന്നും ചെയ്തില്ല, ഇവിടെ ഈ മണ്ഡലത്തിലൊന്നും ചെയ്തില്ല എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനും ഇടതുപക്ഷം നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇതുകൂടി ടോം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റ് അല്ല സി രവീന്ദ്രനാഥ് എന്നുള്ള ഒരു കാൻഡിഡേറ്റ്. അദ്ദേഹത്തിനുള്ള ആ ഒരു വ്യക്തിപ്രഭാവം, ആ ഒരു ഇമേജ്, നേരത്തെ പറഞ്ഞതുപോലെ ബെന്നി ബെഹനാനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആ മണ്ഡലങ്ങൾ, ചാലക്കുടിയും കയ്പമംഗലവും കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഇടത് സ്വാധീനം, ഈ കൂടുതൽ 2020യുടെ സ്വാധീനം ഈ വശത്ത് നിൽക്കുമ്പോൾ പോലും സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് എത്രത്തോളം വോട്ട് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ട്രെൻഡ് കൊടുങ്ങല്ലൂരും ചാലക്കുടിയും പൊതുവെ സി രവീന്ദ്രനാഥിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്, അതിൽ സംശയമില്ലല്ലോ ടോം. അവിടുന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് LDFന്റെ ഒരു ലക്ഷ്യമാണല്ലോ. അതുപോലെ തന്നെ പെരുമ്പാവൂർ മേഖലയിലേക്കും ഇന്നസെന്റ് നിന്നതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാകുന്നു ഈ കാൻഡിഡേറ്റ് മാറിയപ്പോൾ എന്നുള്ള ഒരു വിലയിരുത്തലുകൾ അവിടെ നടക്കുന്നില്ലേ? തീർച്ചയായും. കാരണം സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഒരാളെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ. ഇന്നസെന്റിന് അതായത് 2014 തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവമല്ല. അന്ന് PC ചാക്കോ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ PC ചാക്കോയ്ക്ക് എതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നു, UDFനെതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ചില മേഖലകളിൽ ഉണ്ടെങ്കിൽ പോലും സി രവീന്ദ്രനാഥ് എന്ന കാൻഡിഡേറ്റിനെ, സ്ഥാനാർത്ഥിയെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പ്രചരണത്തിൽ ഒരു പടി മുന്നിലായിരുന്നു. അദ്ദേഹം എല്ലാ മേഖലകളിലും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി എത്തി എന്ന് തന്നെ പറയേണ്ടി വരും. UDFന്റെ ഭാഗത്ത് അമിതമായൊരു ആത്മവിശ്വാസം UDFന് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. പക്ഷേ അത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയും. കാരണം പല മേഖലകളിലും, ഈ മലയോര മേഖലകളിൽ, ഈ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലകളിലൊക്കെ അദ്ദേഹം എത്തിയില്ല എന്ന്, അതായത് UDF പ്രചരണവുമായി എത്തിയില്ല, ഇപ്പോഴും പര്യടനം അവിടെ ആ ഭാഗത്തേക്ക് എത്തിയില്ല എന്ന് ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പോലും. മാത്രമല്ല ബെന്നി ബെഹനാൻ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നീട് എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കണമെന്ന് നിർദ്ദേശം വന്നതുകൂടിയാണ് ബെന്നി ബെഹനാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതായത് അദ്ദേഹത്തിന് പോലും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഒരു ഘട്ടത്തില്. പക്ഷേ ഇവിടെ പൊതുവെ കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി
പിടിക്കാൻ കഴിയും, നിലനിർത്താൻ ശരി കഴിയും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് അലയടിക്കുകയാണെങ്കിൽ അത് UDF-ന് വളരെ എളുപ്പത്തിൽ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. കാരണം ചാലക്കുടി എന്ന് പറയുന്നത് ആ മണ്ഡലത്തിന്റെ ഘടന നോക്കുകയാണെങ്കിൽ അതൊരു UDF അനുകൂല മണ്ഡലമാണ്. അത് ഈ ഒരു ആദ്യം ഉണ്ടാകാതിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ UDF ക്യാമ്പിന് കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി അനുമാനിക്കേണ്ടതായി വരുന്നു. അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ 2020-യുടെ സാന്നിധ്യം, BJP-യുടെ വോട്ട് വിഹിതം കുറഞ്ഞേക്കാം എന്നുള്ളൊരു വിലയിരുത്തലുകൾ, അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നം. ചാലക്കുടിയിലെ മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. ഒരു ഇടവേള വേണം, അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. മറ്റു നിലയ്ക്ക് പറഞ്ഞു പെറ്റ ചാലക്കുടിയിലെ ലാസ്റ്റ് ട്രെൻഡിലേക്ക് തന്നെ കൂടുതൽ മണ്ഡലങ്ങൾ എറണാകുളത്തിൻ്റെതാണെങ്കിലും എപ്പോഴും തൃശ്ശൂരിന്റെ ഒരു സ്വഭാവം കാണിക്കുന്ന രീതിയാണ് ചാലക്കുടിക്കുള്ളത്. ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് ചാലക്കുടി എന്ന് വന്നുകൊണ്ട് അതെ, ജനങ്ങൾ എന്തു പറയുന്നു എന്നുകൂടി നോക്കാം നമുക്ക് ചാലക്കുടിയിൽ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക്. എന്തായാലും കോൺഗ്രസ്സുകാരും ജയിക്കുള്ളൂ എന്ന് വെച്ചാണെങ്കിൽ മറ്റേ പാർട്ടിക്കാർക്ക് ഇത്രയും കാലം ഭരിച്ചിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. LDF-ന് അനുകൂലമാണ്. കൂടുതൽ ഭാഗവും LDF തന്നെയാണ്. ചാലക്കുടി ബെന്നിയായിരിക്കും ഞങ്ങൾ പറഞ്ഞത്. ബെന്നി പോയാലാണ് ഈ പ്രാവശ്യം തോക്കാൻ സാധ്യത കൂടുതലാണ്. ഇടതുവശത്താണ്. എല്ലാരും പറഞ്ഞ ഇത്തവണ മറ്റേ LDF ജയിക്കും പറയുന്നത് ആണോ? ഇവിടുത്തെ ഇലക്ഷൻ ഇവിടെ മാഷ് കാര്യത്തിൽ നല്ല ത്രികോണ മത്സരം എന്ന് പറയില്ലേ എന്ന രീതിയിൽ തന്നെയാണ്. ഈ C. രവീന്ദ്രനാഥിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശം അഭിപ്രായം ആർക്കും ഉണ്ടാവുകയില്ല. കാരണം സൗമ്യനായ ഒരാളാണ്, അഴിമതിയോ അങ്ങനെ ഒരു കാര്യവുമില്ല, അദ്ദേഹത്തിനൊരു ഈ അധികാരത്തിന്റെ ഒരു കൊതിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളാണ് C. രവീന്ദ്രനാഥ്. പക്ഷേ ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത് അദ്ദേഹം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ അതിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നയാളാണ്. അതുകൊണ്ട് ബെന്നി ബെഹനാനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല. അത് മാത്രമല്ല, ടോം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്കമാലിയിൽ നിന്നുകൊണ്ട് ടോം പറയുകയാണ് അങ്കമാലിയുടെ പ്രാധാന്യം. ആ അങ്കമാലിയുടെ പ്രാധാന്യം ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലുണ്ട്. അവിടെ ഒരു ഇടതുവിരുദ്ധത ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി. ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ എന്തായാലും ബെന്നി ശ്രമിക്കും. ബെന്നിക്ക് അത് സാധിക്കുമെന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ മറ്റൊരു കാര്യമാണ്, ഈ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്, ടോം ഈ പല സർവേകളും വന്നിട്ടുണ്ടല്ലോ, അതിലൊക്കെ ക്ലിയർ വിൻ എന്നുള്ള രീതിയിൽ ചാലക്കുടി വന്നിട്ടില്ലല്ലോ. അങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ചതുഷ്കോണ മത്സരം എന്ന രീതിയിൽ നടക്കുന്നതുകൊണ്ട്, ചതുഷ്കോണ മത്സരം എന്ന് പറയുകയല്ല, 4 സ്ഥാനാർത്ഥികൾ ഉള്ളതുകൊണ്ട് ക്ലിയർ വിൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ സർവേകളിലും വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായും ഈ സർവേകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം തന്നെയാണ് ഈ മണ്ഡലത്തെ പ്രവചനാതീതമാക്കുന്നത്. അതായത് നമ്മൾ പറയുന്നുണ്ട് C. രവീന്ദ്രനാഥിന് അനുകൂലമായിട്ടുള്ള ചില മേഖലകളിൽ, തൃശൂർ ഉൾപ്പെടുന്ന മേഖലകളിൽ ഒരു സാഹചര്യം ഉണ്ടെന്ന്, പ്രത്യേകിച്ചും കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടിയിൽ. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BDJ സ്ഥാനാർത്ഥി KM ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യമാണ്. കാരണം അത് BJP-യുടെ വോട്ടുകൾ അവിടെ വീടില്ലെങ്കിൽ പോലും ഈഴവ വോട്ടുകൾ, അതായത് കൊടുങ്ങല്ലൂർ, കയ്പമംഗലം ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ അത് ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള 2 നിയോജക മണ്ഡലങ്ങളാണ്. അവിടുത്തെ വോട്ടുകൾ ഉണ്ണികൃഷ്ണൻ നേടുകയാണെങ്കിൽ, അതായത് NDA കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിക്ക്, BDJ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ C. രവീന്ദ്രനാഥിന് തിരിച്ചടി ഉണ്ടാകാം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 മണ്ഡലങ്ങളിലും 20,000-ലധികം ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം വിജയിച്ച 2 മണ്ഡലങ്ങളാണ്. അവിടുത്തെ ഒരു ഈഴവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ NDAക്ക് കഴിയുകയാണെങ്കിൽ അതൊരു പക്ഷേ തിരിച്ചടിയാവുക ഇടതുപക്ഷത്തിന് തന്നെയാണ്. മറുവശത്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2020 UDF വോട്ടുകളിലായിരിക്കും വിള്ളൽ വീഴ്ത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് UDF-നും ബെന്നി ബെഹനാനും തിരിച്ചടി ഉണ്ടാകാം. പക്ഷേ ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ച്, നമ്മൾ നേരത്തെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു അങ്കമാലി, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഉൾപ്പെടുന്ന പ്രദേശം മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിന്റെ അധികാരായിരുന്ന പനമ്പള്ളി ഗോവിന്ദ മേനോനെയും അതോടൊപ്പം K. കരുണാകരനെയും ഒക്കെ ലോക്സഭയിൽ എത്തിച്ചൊരു മണ്ഡലം. അങ്ങനെ വലിയ UDF-ന്റെ വലിയ ഉറച്ച കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മുകുന്ദപുരമാണ് പിന്നീട് 2009 ചാലക്കുടിയായത്. ഈ ചാലക്കുടി, അതായത് മുകുന്ദപുരത്തിൽ നിന്നും ചാലക്കുടിയിലെ മണ്ഡലത്തിലേക്ക് മാറുമ്പോഴും UDF-ന് ഒരു അപ്രമാദിത്വം കൂടിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം UDF-ന്റെ സ്വാധീന മേഖലകളാണ് കൂടുതലും
നേരത്തെ മുകുന്ദപുരത്തേക്കാൾ കൂടുതൽ സ്വാധീന മേഖലകളാണ് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതായത് എറണാകുളം ജില്ലയിലെ UDFന്റെ ഉറച്ച കോട്ടകളായിട്ടുള്ള കുന്നത്തുനാട്, അതോടൊപ്പം ഈ ആലുവ, ഈ 2 മണ്ഡലങ്ങളും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുന്നു. നേരത്തെ മുകുന്ദപുരമായിരുന്ന സമയത്ത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും അങ്കമാലിയിലും മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ പിന്നീട് ഈ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ഈ ആലുവയും കുന്നത്തുനാടും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ UDFന് ഒരു സ്വാധീന മേഖലയായി ഇത് മാറിയത് തന്നെ പറയേണ്ടി വരും. പക്ഷെ അവിടെയും NDAയുടെയും 2020യുടെയും വോട്ടുകൾ ആർക്ക് പോകും എന്നതിനനുസരിച്ചായിരിക്കും. ഒരു കാര്യം കൂടി ടോം, നമ്മൾ അവസാനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ, അത് നമുക്ക് പലയിടത്തും കൃത്യമായിട്ട് അറിയാം എന്തെല്ലാം വന്നു എന്നുള്ളത്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്രചാരണ വിഷയം, ഒരു പ്രചാരണ അജണ്ട അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പലതും മാറി മറിഞ്ഞു വന്നു. ഭരണവിരുദ്ധ വികാരം നേരത്തെ പറഞ്ഞ പോലെ വികാരമുണ്ട്. മാത്രമല്ല ടോം, ഇവിടെ ഈ മണ്ഡലങ്ങളുടെ സ്വഭാവം, ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമാണല്ലോ. ടോം പറഞ്ഞ ഈ ആലുവയിലും കുന്നത്തുനാടിലും ഈ CAA വേണമെങ്കിൽ വലിയ വിഷയമാക്കി മാറ്റിയെടുക്കാം, അതിനും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അതേ വിഷയമല്ലല്ലോ മണ്ഡലങ്ങൾ പലത് സംസാരിക്കുന്ന, പലത് പ്രചാരണ വിഷയമാകുന്ന ഒരു ലോക്സഭാ മണ്ഡലം. ഒരു കൃത്യമായ അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രചാരണത്തിൽ കൃത്യമായിട്ട് ഇത് വിവിധ വിഷയങ്ങൾ പ്രതിഫലിക്കുകയാണല്ലോ. ഈ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചെന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ. തീർച്ചയായും മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ CAA ചില മേഖലകളില്, മുസ്ലിം മേഖലകളില് ചർച്ചയാകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയത്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി ഇവിടുത്തെ സ്ത്രീ വോട്ടർമാരിൽ വലിയ രീതിയിൽ അണക്കമുണ്ടാക്കാൻ കഴിഞ്ഞു, UDFന് അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയുണ്ട്. മുസ്ലിം CAA വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവനയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ, അതായത് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എറണാകുളം ജില്ലയിലെ മുസ്ലിം വിഭാഗം പൊതുവെ UDFന് അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ CAA വിഷയം അത് UDFന് അനുകൂലമാകും, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് UDFന് അനുകൂലമാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ വോട്ട് സാധാരണ നമുക്കറിയാം, ഈ ചങ്ങനാശ്ശേരിയിലെയും അതോടൊപ്പം ഈ കുടിയേറ്റ മേഖലയിലെയും വടക്കൻ കേരളത്തിലെയും ഒക്കെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു സ്വഭാവമല്ല, അവർ ചിന്തിക്കുന്ന രീതിയിലല്ല ഈ എറണാകുളത്തെ ക്രൈസ്തവ വിഭാഗം, സീറോ മലബാർ വിശ്വാസികൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലം. ചാലക്കുടി, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശം. ഇവിടെ സാധാരണ മണിപ്പൂർ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് കേരള സ്റ്റോറി മറ്റ് പല രൂപതകളിലും പ്രദർശിച്ചപ്പോൾ ഇവിടെ മണിപ്പൂർ വിഷയമായിരുന്നു ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കിടയിൽ ഒരു BJP വിരുദ്ധതയുണ്ട്, കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കുന്നവരാണ്. അവിടെയാണ് അവർ BJP വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ ഇവിടെ വിജയിക്കാതിരിക്കാൻ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന ക്യാമ്പയിൻ. എന്തായാലും ഒരു പൊതുവെ പറയുന്നത് പോലെ ഒരു UDF അനുകൂല ഒരു സമീപനമുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി. പക്ഷെ അത് മറ്റു കാര്യമുണ്ട്. അതാണ് 2014 KP ധനപാലനായിരുന്നു ചാലക്കുടിയിൽ മത്സരിച്ചത് എങ്കിൽ അവിടെ ഇന്നസെന്റ് വിജയിക്കില്ലായിരുന്നു എന്നുള്ള വിലയിരുത്തൽ അന്ന് മുതലുള്ളതാണ്. PC ചാക്കോയുടെ ആ വാശിയാണ് 2 മണ്ഡലങ്ങൾ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെ. ഏതായാലും ഇനി സ്ഥാനാർത്ഥിയിലാണ് കൂടുതൽ പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ചതുഷ്കോണ മത്സരം അല്ലെങ്കിൽ പോലും ആ ഒരു പോരാട്ടം അവിടെ ഉണ്ട്, സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഏത് തരത്തിൽ. നമ്മളിപ്പോഴും 7 മണ്ഡലങ്ങൾ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്നത്, 13 മണ്ഡലങ്ങൾ അതിനിടയ്ക്ക് മണ്ഡലങ്ങളിലേക്ക് ഇനി 12 മണിയോടുകൂടി തിരിച്ചു വരാം. അതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശനുമായി നടത്തിയ അഭിമുഖം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. SNDPയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി മനസ്സ് തുറക്കുകയായിരുന്നു. അവിടെ ഈ മോദിയെ സ്തുതിച്ചുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടത്തി. അതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിമുഖം ഇടവേളയ്ക്ക് ശേഷം 12 മണിക്ക് തുടരും മണ്ഡലങ്ങളിലൂടെ വീണ്ടും. Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. നമുക്ക്